കേരള വിഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ജനറൽ ബോഡി യോഗം ചങ്ങനാശ്ശേരി കോണ്ടൂർ റിസോർട്ടിൽ നടത്തി. KCV ഓപ്പറേറ്റർമാരുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ശനിയാഴ്ച രാവിലെ 11-നായിരുന്നു സമ്മേളന പരിപാടികൾ ആരംഭിച്ചത്. KCV മാനേജിംഗ് ഡയറക്ടർ MD ശാന്താറാമിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. KCV ഓപ്പറേറ്റർമാരുടെ മക്കളിൽ SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ മൊമൻറ്റോയും മറ്റ് സമ്മാനങ്ങളും നൽകി യോഗത്തിൽ അനുമോദിച്ചു. KCV നിയുക്ത MD ബോയൻ ജോസഫ്, ചെയർമാൻ ജോമോൻ ആന്റണി, COA കുട്ടനാട് സൗത്ത് മേഖലാ സെക്രട്ടറി PK ഷാജു, ബോർഡ് അംഗം N സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. KCV ടെക്നിക്കൽ ഹെഡ് VK രാജു ഓപ്പറേറ്റർമാർക്കായി ക്ലാസ് നയിച്ചു. നിങ്ങൾക്കുള്ള സംശയങ്ങളും പിന്നെ നെറ്റ്വർക്കിന്റെ അപ്ഡേഷനും ഞാൻ അവിടെ വരുന്നപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ സ്വിച്ചുകളും മേടിക്കണം. ഈ 19 അതിനകത്ത് ഞാനും ഉണ്ട് കേട്ടോ. 19 ഓപ്പറേറ്റർമാർ ഈ സെപ്റ്റംബറിന് മുമ്പ് മാറ്റുകയും ചെയ്യണം. പ്രസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും വിശകലനം ചെയ്യുന്ന ചർച്ചാവേദിയായി മാറുകയായിരുന്നു ജനറൽ ബോഡി യോഗം. കേരളത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷം മാത്രമാണ് പങ്കുവഹിച്ചിട്ടുള്ളതെന്ന് മന്ത്രി സജി ചെറിയാൻ. കുട്ടനാടിന്റെ കാർഷിക മുന്നേറ്റത്തിന് ₹1 സഹായം BJPയോ കോൺഗ്രസോ ചെയ്തിട്ടുണ്ടോ എന്നും സജി ചെറിയാൻ ചോദിച്ചു. കുട്ടനാട്ടിൽ തന്നെ AC റോഡടക്കം എത്രയെത്ര റോഡുകളും പാലങ്ങളും LDF സർക്കാർ അനുവദിച്ചു. സമ്പൂർണ്ണ കുട്ടനാട് കുടിവെള്ള പദ്ധതി പൂർത്തിയാകാൻ പോകുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നീങ്ങുമ്പോഴും നാടിന്റെ വികസന കാര്യത്തിൽ സർക്കാർ ഒരിഞ്ച് പിന്നോട്ടില്ലെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. രാമഗിരി ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി B സരിൻകുമാറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുസമ്മേളനം പള്ളിക്കുട്ടമ്മ തോണിക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എസ്റ്റിമേറ്റിനേക്കാൾ 28% അധികരിച്ച് ക്യാബിനറ്റ് തീരുമാനിച്ച ഒരേ ഒരു പദ്ധതി കുട്ടനാട് കുടിവെള്ള പദ്ധതിയാണ്. അത് തുടങ്ങാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ പൈപ്പെത്തും. കുട്ടനാട്ടിൽ എത്ര പാലം പണിയുന്നു? ഇനി പണിയാൻ കാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. എത്ര റോഡ് പരിവദിച്ചു? ഈ വളർച്ചയിൽ കുട്ടനാടിന്റെ കാർഷിക മുന്നേറ്റത്തിൽ ₹1 പങ്ക്, ₹1 സഹായം കോൺഗ്രസ് ചെയ്തിട്ടുണ്ടോ? BJP ചെയ്തിട്ടുണ്ടോ? എന്താ ചെയ്തിട്ടുള്ളവർ പറയട്ടെ. അപ്പൊ നവകേരള സൃഷ്ടി വരെ, ഭൂപരിഷ്കരണം മുതൽ വിദ്യാഭ്യാസ പരിഷ്കരണം മുതൽ ആധുനിക കാലത്തെ നവകേരളം വരെയുള്ള ഓരോ കേരളത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിലുള്ള പങ്കല്ലാതെ ഈ കേരളത്തിൽ ആർക്കും ഒരു പങ്കില്ല എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് പാർലമെന്റിൽ നിങ്ങൾ പൊക്കോ കുഴപ്പമില്ല, പക്ഷേ അസംബ്ലിയിലും പഞ്ചായത്തിലും ഞങ്ങൾ ഈ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുള്ളൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയുന്നു. അതാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. സമ്മേളനത്തിൽ NCP നേതാവ് ജിജോ തോമസ് നെല്ലുവേലി അധ്യക്ഷനായി. തോമസ് K തോമസ് MLA, കേരള കോൺഗ്രസ് M നേതാവ് ജോസഫ് K നെല്ലുവേലി, CPIM നേതാക്കളായ K പ്രസാദ്, KK അശോകൻ, KK ഷാജു, G ഉണ്ണികൃഷ്ണൻ, KR പ്രസന്നൻ, M കൃഷ്ണലത, CM അനിൽകുമാർ, D സലീംകുമാർ, CP ബ്രീവൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങളില്ലെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ചെറിയ വീഴ്ചകൾ പർവ്വതീകരിക്കപ്പെടുകയാണെന്നും വേണുഗോപാൽ ആലപ്പുഴയിൽ മാധ്യമങ്ങളോടായി പറഞ്ഞു. കോൺഗ്രസിനകത്ത് ഒരു ആശയക്കുഴപ്പമില്ല. ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഏതെല്ലാം പാർട്ടിയിലുണ്ടല്ലോ അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവും. ആ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഇത് പർവ്വതീകരിച്ച് ഉണ്ടാവേണ്ട കാര്യമില്ല. കോൺഗ്രസിനകത്ത് യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരും നേതാക്കന്മാരെല്ലാം ഒന്നിച്ചിരുന്ന് ഒറ്റക്കെട്ടായി എന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് ബത്തേരി ക്യാമ്പിന് ശേഷമുള്ള നടപടിയിൽ കാണുന്നത്. അത് രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇതിനകത്ത് ഞാൻ മാധ്യമങ്ങളെ മാത്രം കുറ്റപ്പെടുന്നതിൽ അർത്ഥമില്ല. ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കുന്ന ചില സംഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വെച്ചും പറഞ്ഞതാണത്. വളരെ ഗൗരവതരമായിട്ടാണ് അത് കാണുന്നത്. അത് അത്തരക്കാരെ കണ്ടുപിടിച്ച് അത്തരക്കാർക്ക് ശക്തമായ താക്കീത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിനകത്തുള്ള വാർത്തകൾ പുറത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നം പർവ്വതീകരിച്ച് കൊടുക്കുക, അത് വലിയ ഇഷ്യൂ ആക്കി മാറ്റുക, അതിനെതിരായിട്ടുള്ള ശക്തമായ തീരുമാനം പാർട്ടിയുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുണ്ടാവും. കോൺഗ്രസിനകത്ത് ഒരുപാട് നേതാക്കന്മാരുണ്ട്. സുധാകരനും സതീശനും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. അവരുടെയൊക്കെ രണ്ടുപേരുടെയും നല്ല കോൺട്രിബ്യൂഷൻ പാർട്ടിയുടെ വിജയത്തിലുണ്ടായിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ പർവ്വതീകരിക്കപ്പെടുകയാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ വീഴ്ചകൾ ഉണ്ടായേക്കാം. എന്നാൽ അത് പർവ്വതീകരിക്കപ്പെടാൻ പാടില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ചെറിയ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരുമുണ്ട്.
ഇവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കെ. സുധാകരനും വി. ഡി. സതീശനും കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളുകളാണ്. ഒരുമിച്ചാണ് പല തീരുമാനങ്ങൾ എടുക്കുന്നതും. അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങളാണ് എന്ന രീതിയിൽ വരുന്ന വാർത്തകൾക്ക് അടിസ്ഥാനമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ നടക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ നോട്ടീസിൽ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന് ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുന്നതിൽ ബി.ജെ.പിയുടെ ശക്തമായ പ്രതിഷേധം. ഇത്തരം പ്രവർത്തനങ്ങൾ ദേശവിരുദ്ധമാണെന്നും നേതാക്കൾ പറഞ്ഞു. ബി.ജെ.പി. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ജില്ലാ പ്രസിഡന്റ് എം.വി. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യമെങ്ങും കാർഗിൽ വിജയ ദിവസത്തിന്റെ ഓർമ്മകളിൽ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ജവാന്മാരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചനകൾ നടത്തുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ യൂണിയനുകൾ അതേ ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ പർവേസ് മുഷറഫിന് ആവേശപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും എം.വി. ഗോപകുമാർ പറഞ്ഞു. ബി.ജെ.പി. നേതാക്കളായ വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ, അഡ്വക്കേറ്റ് ഗണേഷ് കുമാർ, ആർ. കണ്ണൻ, സജി പി. ദാസ്, എസ്. സുമേഷ്, എസ്. അജയ്കുമാർ, ഹരിനാരായണൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കേരളത്തെ ക്യാൻസർ ക്യാപിറ്റലാകാൻ അനുവദിച്ചുകൂടാ എന്ന് കൃഷി വകുപ്പ് മന്ത്രി പി. പ്രസാദ്. കുടുംബശ്രീ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിൻ ശ്രദ്ധയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകളിൽ കേരളം എന്നും ബഹുദൂരം മുന്നിലാണ്. എന്നാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യം നാം ഇനിയും ഏറെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നും മന്ത്രി പി. പ്രസാദ് പറഞ്ഞു. രോഗനിർണയമാണ് ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും പ്രധാനം. ക്യാൻസർ രോഗനിർണയത്തിനും സ്ത്രീകളിൽ അവബോധം സൃഷ്ടിക്കാനും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് സാധാരണക്കാർക്കേറെ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 30-35% വരെയൊക്കെ ക്യാൻസറിന്റെ കാരണമായി വരുന്നത് ഭക്ഷണവും ജീവിതശൈലിയുമാണ്. അപ്പോൾ വില്ലൻ ആരാണ്? നമ്മൾ രുചിയോടെ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ കൂടുതൽ മാരകമായ രോഗങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ആരെങ്കിലും ബോധപൂർവമായി നമ്മൾ ചെയ്യുന്നതാണോ? അല്ല. പക്ഷെ നമ്മളെ മാരകമായ അസുഖത്തിന് കീഴ്പ്പെടാൻ ഇടയാവുന്ന തരത്തിൽ ചെയ്തു വെക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ ജനകീയ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ വേറെ ആരുമില്ലായെങ്കിൽ ഞങ്ങളുണ്ട് എന്ന് കുടുംബശ്രീ പറയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുടുംബശ്രീ എടുത്തെല്ലാം വിജയിച്ചിട്ടുള്ളൂ. ഈ കേരളത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു സർക്കാർ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന സർക്കാരിന്റെ പേര് കുടുംബശ്രീ എന്നാണ്. കുടുംബശ്രീ അതുകൊണ്ട് ഈ കാര്യം ഏറ്റെടുക്കുക. ഒരുപാട് വീടുകൾക്ക് അത് ഏറ്റവും പ്രയോജനപ്പെടും. ഈ ജീവിതശൈലിയെ നമുക്ക് ഒന്ന് മാറ്റിയാൽ ഈ രോഗത്തെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. ക്യാൻസറിനെ നമുക്ക് പണിക്ക് പുറത്ത് നിർത്താൻ പറ്റും. കുടുംബശ്രീയും മെഡിക്കൽ സ്റ്റുഡൻസ് കളക്റ്റീവ്സ് ഓഫ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മെഡിക്കോണും സംയുക്തമായാണ് ശ്രദ്ധ എന്ന പേരിൽ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ആലപ്പുഴ നഗരസഭാ കൗൺസിലർ റീഗോ രാജു അധ്യക്ഷനായി. കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം.ജി. സുരേഷ്, ആലപ്പുഴ നോർത്ത് CDS ചെയർപേഴ്സൺ സോഫി അഗസ്റ്റിൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ പി. സുനിത, മെഡിക്കോൺ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, ആര്യാട് ബ്ലോക്കുകളിലാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ തുടങ്ങുക. സ്ഥാനാർബുദം, ഗർഭാശയകളാർബുദം എന്നിവ സംബന്ധിച്ച് സ്ത്രീകൾക്ക് ആവശ്യമായ അവബോധം നൽകുകയും ക്യാൻസർ രോഗനിർണയത്തിനും വിദഗ്ധ ചികിത്സയ്ക്കും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ FNHW പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വള്ളംകളിയുടെ ആവേശവും കുരുന്നു ഭാവനയും ഒന്നായപ്പോൾ ക്യാൻവാസിൽ വിടർന്നത് വർണ്ണവിസ്മയങ്ങൾ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കളറിംഗ് പെയിന്റിംഗ് മത്സരമായ നിറച്ചാർത്തിലാണ് കുട്ടികൾ വള്ളംകളിയുടെ ആവേശം ക്യാൻവാസിൽ നിറച്ചത്. SDV സെന്റിനറി ഹാളിൽ സംഘടിപ്പിച്ച മത്സരം ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മയും ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ചേർന്ന് ക്യാൻവാസിൽ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. 400ഓളം കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കായലിൻ്റെയും കരയുടെയും രേഖാചിത്രത്തിന് നിറം നൽകലായിരുന്നു LP സ്കൂൾ വിദ്യാർത്ഥികളുടെ മത്സര വിഷയം. കുട്ടനാടൻ മഴക്കാഴ്ചയായിരുന്നു UP വിഭാഗത്തിൻ്റെ മത്സരം. വള്ളംകളിയുടെ ആവേശം എന്ന വിഷയമായിരുന്നു ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് മത്സരത്തിനായി നൽകിയത്.
ചടങ്ങിൽ നഗരസഭാ കൗൺസിലറും പബ്ലിസിറ്റി കമ്മിറ്റി അംഗവുമായ നിമി ഷാഫി ഖാൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, അംഗങ്ങളായ K നാസർ, സുഭാഷ് ബാബു, PK ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗപരിമിതർക്ക് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. H. സലാം MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വീൽ ചെയറിന് 1,24,000 രൂപ പ്രകാരം 44 ഗുണഭോക്താക്കൾക്ക് 55 ലക്ഷം രൂപ ചെലവിലാണ് ഇലക്ട്രോണിക് വീൽ ചെയറുകൾ ലഭ്യമാക്കിയത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. 55 അപേക്ഷകരിൽ നിന്ന് 44 പേർക്കാണ് ഇപ്പോൾ വീൽ ചെയറുകൾ നൽകുന്നത്. ബാക്കിയുള്ള അപേക്ഷകർക്കും അടുത്തു തന്നെ നൽകും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികൾ നമ്മൾ നോക്കിയാൽ അതിൽ കാണാനാവുന്നൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു വലിയ മാനുഷികമായി മുഖം പ്രകടിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്താണെന്നുള്ളതാണ്. ഇങ്ങനെയൊരു മനുഷ്യൻ്റെ പ്രയാസകരമായ ജീവിതഘട്ടത്തിൽ ആ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ അവരോട് ചേർന്ന് ജീവിക്കുക എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. കേവലമായൊരു ഔദ്യോഗികമായ കടമ നിറവേറ്റപ്പെടുന്നു എന്നുള്ളതല്ല. ഇങ്ങനെയൊരു മുഖം ജില്ലാ പഞ്ചായത്തിന് ആവിഷ്കരിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി ഭരണാധികാരികളെ വന്നിരിക്കുന്നവരെല്ലാം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രത്യേകത പഞ്ചായത്തിൻ്റെ പ്രവർത്തന വഴികളിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേർതിരിവോ വിവേചനമോ ഒന്നും കാണിക്കാറില്ല. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ TS താഹ, ബിനു ഐസക് രാജു, MV പ്രിയ, അംഗങ്ങളായ ജോൺ തോമസ്, അനന്തു രമേശൻ, V ഉത്തമൻ, ഹേമലത, ഗീതാ ബാബു, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം മങ്കൊമ്പിൽ ചേർന്നു. മുൻമന്ത്രി G സുധാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഒരു നിയമം രണ്ട് തരത്തിൽ നടപ്പിലാക്കാൻ നിയമമേ ഇല്ല. ഭരണഘടനാവിഷയമാണ്. ഒരു നിയമം ഒറ്റ തരത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല, പല വിധത്തിൽ നടപ്പിലാക്കുന്ന ഭരണഘടനാവിഷയമായ കാര്യം. ഇതെല്ലാം കുറച്ചുകൂടി വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. പ്ലാസ്റ്റിക് നിരോധനം എടുത്ത് കളയണമെങ്കിൽ പറയാൻ പറ്റില്ല. കാരണം പ്ലാസ്റ്റിക് ഒരുപാടായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ പ്രായോഗികമായി ഇത് ഉപയോഗിക്കാം, എത്രമാത്രം ഉപയോഗിക്കാം, ഏതെല്ലാം നേരം ഉപയോഗിക്കാം, ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും സൈൻ ബോർഡുകളും കാര്യങ്ങളും വെക്കുന്ന നിരോധനം ഏർപ്പെടുന്ന യാതൊരു കാര്യമില്ല. കാരണം അത് ജനങ്ങൾ എല്ലാ ദിവസവും തുറന്ന സാധനമല്ല. അതവിടുന്ന് പൊളിഞ്ഞ് കഴിക്കുന്നില്ല, അതവരുടെ വീട്ടിൽ സൂക്ഷിക്കുന്നില്ല. നിത്യജീവിതത്തെ ബാധിക്കുന്ന കാര്യമില്ല. അത് ഇങ്ങനെ ഹോർഡിങ്ങായിട്ടൊക്കെ ഉയർത്തിക്കെട്ടി കാഴ്ചക്ക് വേണ്ടി അത് വലിയൊരു എന്താ പറയുക കമ്മ്യൂണിക്കേഷനാണ്. ആശയവിനിമയത്തിൽ മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് വലിയ ബോർഡ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് വെളിയിൽ നിന്നുള്ളവർ വെക്കുകയും ചെയ്യാൻ ഇവിടെയുള്ളവരാരും ഉണ്ടാക്കാനും പാടില്ല. ഏറ്റവും കൂടുതലായിട്ടുള്ള തെറ്റാണ്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് ചേർന്ന സമ്മേളനത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് VM അമ്പിളിമോൻ രശ്മീശ്വരം അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയ്സൽ പുല്ലാളൂർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി വിൽസൺ വണ്ടകം റിപ്പോർട്ടും ട്രഷറർ ഷിനോജ് കലാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഭാരവാഹികളായ KT ആൻഡ്രൂസ്, സന്തോഷ് ഹോൾമാർക്ക്, സഞ്ജയ് പണിക്കർ, അനിൽകുമാർ, ഇസഹാക്ക്, അനുരൂപ് തുടങ്ങിയവർ സംസാരിച്ചു. രാമഗിരി പഞ്ചായത്ത് 13-ാം വാർഡ് SUCI സ്ഥാനാർത്ഥി VR അനിലിന്റെ ഇലക്ഷൻ പ്രചാരണ യോഗം ശനിയാഴ്ച നടന്നു. SUCI കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R പാർത്ഥസാരഥി വർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടിപ്പോ മുഖാമുഖം മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും CPM-ന്റെ സ്ഥാനാർത്ഥിയും യഥാർത്ഥത്തിൽ ഇതിൽ രണ്ടിൽ ആര് ജയിച്ചാലും ഒരേ അധികാരത്തിന് വേണ്ടിയാണ് അവർ നിലകൊള്ളാൻ പോകുന്നത്. കാരണം ഇന്ന് കോൺഗ്രസ് ഈ പഞ്ചായത്ത് ഭരണം നിലനിർത്തിയിരിക്കുന്നത് CPM-ന്റെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ
ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇവര് പരസ്പരം മത്സരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു? അല്ലെങ്കിൽ രണ്ട് സ്ഥാനാർത്ഥികളെ ഇവരെന്തിനു മത്സരിപ്പിക്കുന്നു? അപ്പോൾ അത് തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ, അല്ലെങ്കിൽ ഈ വാർഡിലെ ജനങ്ങളെ, സമ്മതിദായകരെ അക്ഷരാർത്ഥത്തിൽ കബളിപ്പിക്കുവാനുള്ള ഒരു നിലപാട് മാത്രമാണ്. കുഴിക്കാല അംബേദ്കർ ഗ്രാമത്തിൽ നടന്ന യോഗത്തിൽ SUCI കുട്ടനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR സതീശൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി VR അനിൽ, ബിജു സേവ്യർ, PK സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്തലേറ്റിന്റെയും മാക് TVയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ വചനക്കളരി നൂറുമേനി സീസൺ 2 മഹാസംഗമം പ്രൗഢഗംഭീരം. നൂറുമേനി വചന മുന്നേറ്റം അനുകരണീയമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഈ സംഗമം വാക്കുകൾ കൊണ്ട് പെരുപ്പിക്കാൻ പാടില്ല. ഈ സംഗമത്തിന്റെ സന്ദേശം ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കാൻ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ചങ്ങനാശ്ശേരി രൂപത ഒരുപാട് പ്രത്യേകതയുള്ള ഒരു രൂപതയാണ്. പ്രത്യേകിച്ച് വത്തിക്കാൻ സുവർണദോസിന്റെ ഏറ്റവും വലിയ സംഭാവനകളിലെ പരമപ്രധാനമായിട്ടുള്ളത് ഉറവിടങ്ങളിലേക്ക് മടങ്ങാനുള്ള ഉത്തരവാദിത്തമാണ്. മഹാസംഗമത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷനായിരുന്നു. സഹായമെത്രാൻ മാർ തോമസ് തറയിൽ ആമുഖ സന്ദേശം നടത്തി. അതിരൂപത ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തിൽ, നൂറുമേനി ചെയർമാൻ സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ, ഡോക്ടർ റൂബൽ രാജ്, ഡോക്ടർ PC അനിയൻകുഞ്ഞ്, സന്തോഷ് മരിയ സദനം, ജോസ് ചാക്കോ നടുക്കതിൽ, ഫാദർ ലൈജു കണിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാൻഡ് ഫിനാലെ മത്സരത്തിൽ 5 സ്ഥാനങ്ങൾ വരെ നേടിയവർക്ക് ക്യാഷ് അവാർഡും മൊമൻറ്റോയും നൽകി ആദരിച്ചു. അതിരൂപതയിലെ 250 ഇടവകകളിൽ വചന മത്സരത്തിൽ സമ്മാനാർഹരായ 3000-ഓളം പേർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നൂറുമേനി സീസൺ 3 ലോഗോ പ്രകാശനവും പ്രഖ്യാപനവും ഇതോടൊപ്പം നടത്തി. കുട്ടനാട് താലൂക്ക് കർഷക തൊഴിലാളി യൂണിയൻ BKMU AITUCയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലതല ശില്പശാല നടത്തി. നിലവിലുള്ള ഭൂപരിഷ്കരണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തുക എന്ന വിഷയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു ശില്പശാല. സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തുക, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നേരിടുന്ന പ്രതിസന്ധി, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. BKMU സംസ്ഥാന സെക്രട്ടറി R അനിൽകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. 970 എല്ലാവർക്കും ഭൂമി ലഭ്യമായെങ്കിൽ ആ ഭൂപരിഷ്കരണ നിയമം അന്ന് നടപ്പായ ഭൂപരിഷ്കരണ നിയമമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഒരു പുനർവായന ഉണ്ടായെങ്കിൽ മാത്രമേ ഇനി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാനുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയായിരിക്കണം? ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം ഉണ്ടായതല്ല. നിരവധിയായ ചർച്ചകളിലൂടെ, നിയമസഭാ ചർച്ചകളിലൂടെ, മറ്റ് തലങ്ങളിലുള്ള ചർച്ചകളിലൂടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി അടക്കം അംഗീകരിച്ച് ഒപ്പിട്ട ബില്ലാണ് ഭൂപരിഷ്കരണ നിയമമായി കേരളത്തിൽ നടപ്പാക്കപ്പെട്ടത്. നിരവധിയായ ഭേദഗതികൾ ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് ഉണ്ടായിട്ടുണ്ട്. ആ ഭൂപരിഷ്കരണ നിയമ ഭേദഗതികളൊക്കെ ചിലതൊക്കെ ഭൂമി പലർക്കും കൈക്കലാക്കാനുള്ള അവസരവുമായിട്ടുണ്ട്. BKMU മണ്ഡലം പ്രസിഡന്റ് MV വിശ്വംഭരന്റെ അധ്യക്ഷതയിലായിരുന്നു ശില്പശാല. നേതാക്കളായ KV ജയപ്രകാശ്, സാറാമ തങ്കപ്പൻ, അഡ്വക്കേറ്റ് മുട്ടാർ ഗോപാലകൃഷ്ണൻ, B ലാലി, PV സൂനോസ്, M സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചമ്പക്കുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കാർഗിൽ വിജയദിനം ആചരിച്ചു. കാർഗിൽ യുദ്ധവിജയത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ചമ്പക്കുളത്ത് കിഴക്കേ ബസ് സ്റ്റാൻഡിലുള്ള സംഘടനയുടെ കൊടിമരത്തിന് സമീപം പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ചേർന്നു. പ്രസിഡന്റ് തങ്കച്ചൻ T ഐക്കരക്കളത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. ഇന്നേക്ക് 25 വർഷം മുമ്പാണ് നമ്മൾ ആ ആചരണം തുടങ്ങിയത്. ഇന്ന് 25 വർഷം തികയുന്ന ഈ അവസരത്തിൽ നമ്മൾ ചമ്പക്കുളത്തെ, അതായത് നമ്മളുടെ വീര സൈനികരായി നമ്മൾ സർവീസ് ചെയ്തു വന്ന എക്സ് സർവീസ്മാൻമാർ, നമ്മളെല്ലാവരും നമ്മളുടേതായ ആ ഒരു ഐക്യദാർഢ്യവും രാജ്യത്തോട് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പുഷ്പാർച്ചനയും ഇവിടെ ക്യാൻഡിൽ മാർച്ചും സംഘടിപ്പിച്ചിരിക്കുന്നത്. എക്സ് സർവീസ് ലീഗ് ചമ്പക്കുളത്തിന്റെ പേരിൽ
അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും നിങ്ങൾ ഈ കാണിച്ച മനസ്സിന്, നമ്മളുടെ തൻ്റെ ഇടത്തിന്, നമ്മുടെ ദേശത്തിന് വേണ്ടി നമ്മളെ ഒഴിഞ്ഞുവെച്ച് നമ്മൾ സർവീസ് ചെയ്തതിനെ നമ്മൾ ഇപ്പോൾ സ്മരിക്കുകയാണ്. യോഗത്തിൽ യൂണിറ്റ് സെക്രട്ടറി സാബു എസ് ജ്യോതിസ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങുകളുടെ ഭാഗമായി കിഴക്കേ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ക്യാൻഡിൽ മാർച്ച് പടിഞ്ഞാറെ ബസ് സ്റ്റാൻഡിലെത്തി തിരിച്ച് കിഴക്കേ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സ്വർണ്ണാഭരണങ്ങൾ വെളുപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന സംഘം കുട്ടനാട്ടിൽ വീണ്ടും സജീവം. മങ്കൊമ്പ് തെക്കേക്കരയിൽ തട്ടിപ്പിനെത്തിയ ആൾ വീട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലായി. മാസങ്ങൾക്ക് മുമ്പാണ് പുളുങ്ങുന്ന 60 സ്വദേശി അനിൽകുമാറിന്റെ വീട്ടിൽ നിന്നും സ്വർണ്ണമാല തട്ടിയെടുത്ത് അന്യസംസ്ഥാനക്കാരായ 2 പേർ കടന്നുകളഞ്ഞത്. ഇത് സംബന്ധിച്ച വാർത്ത KCV ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. പുളുങ്ങുന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ശനിയാഴ്ച മങ്കൊമ്പ് തെക്കേക്കരയിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് ശ്രമം നടന്നത്. മങ്കൊമ്പ് KSCB റോഡിന് സമീപം പലചരക്ക് കട നടത്തുന്ന സാവിത്രി അമ്മയുടെ വീട്ടിൽ ഇന്ന് ഉച്ചയോടെയാണ് ഹിന്ദിയും മലയാളവും ഇടകലർത്തി സംസാരിക്കുന്ന ഒരാൾ ആഭരണങ്ങൾ വെളുപ്പിച്ചു നൽകാമെന്ന് പറഞ്ഞെത്തിയത്. മുമ്പ് നടന്നിട്ടുള്ള തട്ടിപ്പ് സംബന്ധിച്ച KCV വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതിനാൽ സംശയം തോന്നിയ ഇവർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വിളക്ക് നമ്മുടെ ഇത് മിനുക്കുന്ന പൊടി വിൽക്കാൻ വേണ്ടി വന്നതാണെന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വേണ്ട, ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറിപ്പോയി. ഇരുന്നേച്ചും പിന്നെ അകത്തുനിന്ന് ഒരു വിളക്ക് അമ്മ എടുത്തു കൊടുത്തു. അത് വെച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രം എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് പുള്ളി കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് വെള്ളി ഉണ്ടോയെന്ന് ചോദിച്ചു. ഞങ്ങളില്ലാന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു ഇമിറ്റേഷൻ ഗോൾഡ് തരാൻ പറഞ്ഞു. അതും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഗോൾഡ് തരാൻ പറഞ്ഞു. ഗോൾഡ് 6 മാസം പുതിയതുപോലെ തന്നെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഞങ്ങൾക്ക് പറഞ്ഞിട്ടും കിട്ടുന്നില്ല എന്നായപ്പോഴത്തേക്ക് വീണ്ടും പുള്ളി ഓരോ ഇതും പറഞ്ഞിട്ട് നിൽക്കുക. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പറ്റത്തില്ല ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും പുള്ളി ഇറങ്ങിപ്പോയപ്പോൾ എന്തോ പറഞ്ഞു. പക്ഷെ ഹിന്ദിയിലാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ അതിന് മുമ്പ് വരെ സംസാരിച്ചത് മലയാളവും ഹിന്ദിയും കൂടെ ചേർന്നൊരു ഇതിലായിരുന്നു. പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം വന്നത്. കാരണം ആ റോബിൻസറ കോളനിയിലെ ആ ഒരു കാര്യം ന്യൂസിലൊക്കെ കണ്ടതല്ലേ. അപ്പം അത് വെച്ചൊരു സംശയം തോന്നിയപ്പോഴത്തേക്ക് ഞാനൊരു പോലീസിനോടൊന്ന് പറഞ്ഞാലോ എന്ന് ചോദിച്ചു. ബീഹാർ സ്വദേശിയാണ് പുളുങ്ങുന്ന് പോലീസിന്റെ പിടിയിലുള്ളതെന്നാണ് സൂചന. കൂടുതൽ പേർ സംഘത്തിലുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. വള്ളംകളി പ്രേമികളിൽ ആവേശം നിറച്ച് വെപ്പ് A ഗ്രേഡ് വള്ളം അമ്പലക്കടവൻ നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി പരിശീലന തുഴച്ചിൽ ആരംഭിച്ചു. ന്യൂ കാവാലം ബോട്ട് ക്ലബ്ബും എമിറേറ്റ്സ് വേണാട്ടുകാട് ചേന്നങ്കരിയും സംയുക്തമായാണ് അമ്പലക്കടവനിൽ മത്സരിക്കുന്നത്. കാവാലം ജംഗ്ഷന് സമീപം കെൽട്രോൺ MDയും ന്യൂ കാവാലം ബോട്ട് ക്ലബ്ബ് രക്ഷാധികാരിയുമായ ശ്രീകുമാർ നായർ പരിശീലന തുഴച്ചിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി മോൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ന്യൂ കാവാലം ബോട്ട് ക്ലബ്ബ് പ്രസിഡന്റ് PP കണ്ണൻ അധ്യക്ഷനായിരുന്നു. ഹരികൃഷ്ണൻ കാവാലം, ശിവദാസ് ആതിര, KC സാബു, ടീം കോർഡിനേറ്റർ സുബിൻ സിറിയക്, ലീഡിംഗ് ക്യാപ്റ്റൻ ജിനു കാവാലം എന്നിവർ സംസാരിച്ചു. വള്ളംകളി രംഗത്തെ സംഭാവനകൾക്ക് പത്രോസ് പുതുപ്പറമ്പ്, ജോർജ് മുണ്ടുപറമ്പ് എന്നിവരെ ആദരിച്ചു. ചാന്ദ്രയാൻ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടനാട്ടിലെ വിവിധ സ്കൂളുകളിൽ ചാന്ദ്രമനുഷ്യൻ പര്യടനം നടത്തിയത് ഏറെ ശ്രദ്ധേയമായി. കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടനാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഗവൺമെൻറ് LP സ്കൂൾ നീലമ്പേരൂർ, കാവാലം നാരകത്തറ എന്നിവിടങ്ങളിലെ ഗവൺമെൻറ് UP സ്കൂളുകൾ, കാവാലം NSS ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് ചാന്ദ്രമനുഷ്യൻ പര്യടനം നടത്തിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും വളരെ ആവേശത്തോടെയാണ് ചാന്ദ്രയാനെ സ്വീകരിച്ചത്. ഇല്ല, ഏതെങ്കിലും വാഹനത്തിലാണ് ചെന്നിട്ട് ഇറങ്ങി ചാടിയാലങ്ങ് പോകും, ഒഴുകി പോകും. പിന്നെ തിരിച്ചു വരാൻ പറ്റൂല കേട്ടാ. പിന്നെ അവിടെ ഇതൊക്കെ ഇതൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഷിപ്പൊക്കെ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഈ ബഹിരാകാശ സഞ്ചാരികൾ ചെയ്യും. അത് കയറൊക്കെ ഇട്ട് വലിയ പ്രത്യേക റോപ്പൊക്കെ ഇട്ട് കെട്ടിയിട്ടാണ് അവർ വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം. നീലമ്പേരൂർ ഗവൺമെൻറ് LP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജോസി ജിനു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ആൻസിയുടെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. കാവാലം NSS ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സമാപന ചടങ്ങുകൾ. പ്രിൻസിപ്പൽ ജ്യോതി ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ, മറ്റു ഭാരവാഹികളായ അരവിന്ദ് നെടുമുടി, TR രാജമോഹൻ, പ്രസന്ന സതീഷ് കുമാർ, ലിജു വിദ്യാധരൻ, പ്രഭാസുധൻ, സജി K കാവാലം തുടങ്ങിയവർ പങ്കെടുത്തു. അതത് സ്കൂളുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ചാന്ദ്രമനുഷ്യനായത്. കാവാലം NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി അനാമിക അവതരിപ്പിച്ച ചാന്ദ്രയാൻ ഏറെ ശ്രദ്ധ നേടി. മുരളി കാട്ടൂരായിരുന്നു ചാന്ദ്രയാന് ദ്വിഭാഷിയായി രംഗത്തെത്തിയത്.
കറി വയ്ക്കാൻ മുറിച്ച പപ്പായയ്ക്കുള്ളിലാകെ നീല നിറം. കുട്ടനാട്ടിലെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീദേവി രാജേന്ദ്രന്റെ വീട്ടിലാണ് ഈ കൗതുക കാഴ്ച. അത്ഭുത പപ്പായയുടെ രഹസ്യം തേടാനായി കൃഷി വകുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മെമ്പർ ഇപ്പോൾ. ഉച്ചയ്ക്ക് പപ്പായ കൊണ്ടൊരു കറി വയ്ക്കാൻ ഒരുങ്ങിയതാണ് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീദേവി രാജേന്ദ്രൻ. പപ്പായ മുറിച്ച ശ്രീദേവി മെമ്പർ ആദ്യം ഒന്ന് ഞെട്ടി. ഉള്ളിൽ മുഴുവൻ നീല നിറം. ഉജാല കലക്കിയ പോലെ കയ്യിലും നിറം പുരണ്ടു. വീടിന് മുന്നിൽ നിന്നും പറിച്ചെടുത്ത പപ്പായയിലാണ് ഈ മറിമായം. നീല കളറിലെ ഇത് ഒരു മഷി പോലെ കണ്ടപ്പോഴത്തേക്ക് ഞാനത് പിന്നെ അത് വട്ടത്തിൽ മുറിച്ചപ്പോൾ തന്നെ അതിൻ്റെ കറ പോലെ തന്നെ നമ്മുടെ കയ്യിലും കത്തിയേലും ഒക്കെ നിറച്ചുമായി. പിന്നെ കഴുകിയപ്പോൾ അതുപോലെ തന്നെ പോവുകയും ചെയ്തു. പക്ഷെ വേറുള്ള പപ്പരയ്ക്ക് ഒന്നും അതുപോലില്ല. അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം കൂടെ എങ്ങനെ മുറിച്ച് നോക്കിയിട്ട് വേറുള്ളതിലൊന്നും ഇല്ല. ഇതിന് ഈ ഒരെണ്ണത്തെ മാത്രമേ ഉണ്ടായിരുന്നു. നെടുമുടി പൊങ്ങ സ്വദേശിനിയാണ് ശ്രീദേവി രാജേന്ദ്രൻ. വീടിന് മുന്നിലുള്ള പപ്പായയിൽ ആരെങ്കിലും നീലനിറം കുത്തിവെച്ചതാണോ എന്ന ചോദ്യത്തിന് ഒരു സാധ്യതയുമില്ലെന്നാണ് ശ്രീദേവിയുടെ ഉത്തരം. മറ്റുള്ള പപ്പായയിലൊന്നിലും ഈ പ്രശ്നമില്ല. എന്തായാലും സംശയ നിവാരണത്തിനായി കൃഷി വകുപ്പിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മെമ്പർ. മാന്നാർ സിറിയൻ MD LP സ്കൂളിൽ നടന്ന സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് ആവേശമായി. പൊതു തിരഞ്ഞെടുപ്പിനെ വെല്ലുന്ന തരത്തിലാണ് സ്കൂളിൽ ലീഡർക്ക് വേണ്ടിയുള്ള ഇലക്ഷൻ നടത്തിയത്. പൊതു തിരഞ്ഞെടുപ്പിലെ വിവിധ ഘട്ടങ്ങളായ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, വേറിട്ട തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ, പോസ്റ്റർ പതിച്ചുള്ള പ്രചരണം തുടങ്ങി പരമ്പരാഗത രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം സ്കൂളിൽ തന്നെ നടത്തിയതിനു ശേഷമായിരുന്നു ഇലക്ഷൻ. വോട്ട് രേഖപ്പെടുത്തിയതാകട്ടെ മൊബൈൽ ആപ്പ് മുഖാന്തരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗപ്പെടുത്തിയും പേരും ക്രമനമ്പറും രേഖപ്പെടുത്തിയ സ്ലിപ്പുമായി ക്യൂ നിന്ന് ഓരോരുത്തരായാണ് വോട്ട് രേഖപ്പെടുത്തുവാനായി എത്തിയത്. കുട്ടികളുടെ സ്ലിപ്പിലുള്ള പേരും ക്രമനമ്പറും പരിശോധിച്ച് കയ്യിൽ മഷി പുരട്ടുകയും ചെയ്തതോടെ കുട്ടി വോട്ടർമാർ ആവേശഭരിതരായി. ഒടുവിൽ വിജയിയായ വിദ്യാർത്ഥിക്ക് സ്വീകരണം നൽകി ആഹ്ലാദ പ്രകടനവും നടത്തിയാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞത്. ജനാധിപത്യ ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനായാണ് സ്കൂളിൽ ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞു. ജനാധിപത്യ പ്രക്രിയ എങ്ങനെയാണെന്നും ജനാധിപത്യ ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് എന്നൊരു പ്രക്രിയ ഇന്ന് ഞങ്ങളിവിടെ നടത്തിയത്. സ്കൂൾ പ്രധാന അധ്യാപിക മറിയം ജി, അധ്യാപകരായ ഫാത്തിമ, സുമയ്യ, അനു, സ്കൂൾ PTA പ്രസിഡന്റ് വിപിൻ വി നാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ സ്കൂൾ തിരഞ്ഞെടുപ്പ് നടന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6325 രൂപ, പവന് 50,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.